ലാലി വിൻസെന്റ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ കാരണം എന്താ കാര്യം പറഞ്ഞ 1000 കോടിയിലധികം രൂപയുടെ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവരിപ്പോ പ്രതിയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? അതുകൊണ്ട് അവർ ശരിക്കും പെട്ടിരിക്കുകയാണ്. ആ പെട്ടിരിക്കുന്നതുകൊണ്ട് ഇരിക്കട്ടെ, പോന്ന വഴി CPM-നും ഒരു കൊട്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ പറയുമ്പോൾ നവകേരള സദസ്സിന് ഒരു പണപ്പിരിവും ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. എന്താ വിശ്വാസമാവില്ലേ? ഗോപാൽജിക്ക് എന്നെ തീരെ വിശ്വാസമില്ല. എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമില്ലാത്തതായി ഉള്ളൂ. 140 മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ അങ്ങനെ പണപ്പിരിവില്ലാതെ തന്നെ സ്പോൺസർഷിപ്പ് മറ്റുമായിട്ടാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യമായി പറയുന്നവനായി രാജാക്കൻ. അതിന്റെ ഭാഗമായിട്ട് CPM-ന്റെ നേതാക്കന്മാർക്ക് ആരെയും വിളിച്ചുകൂട്ടി ഏതെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങൾ സമാഹരിച്ച പണം തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങളുടെ CPM-മായി ബന്ധപ്പെട്ട ആളുകൾ ഇൻവോൾവ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. പിന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിട്ടില്ലെന്ന് സജീഷ് പറയുന്നു. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇനി കിട്ടണത് നീ മേടിച്ചോ? എന്തുറപ്പാ സജീഷിനുള്ളത്? എത്ര തുക അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്? ആരിൽ നിന്നൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്? ആരൊക്കെയായിരുന്നു സ്പോൺസേഴ്സ് എന്നുള്ള കൃത്യമായ വിവരം കേരളത്തിന്റെ പൊതു സമൂഹത്തിന്റെ മുമ്പിലുണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ആ നവകേരള സദസ്സ് എങ്ങനെയാണ് നടത്തിയതെന്ന് കൃത്യമായിട്ട് ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടോ? ഇല്ല. അപ്പൊ ഇവര് പറയുന്നു ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് അന്വേഷണം നടക്കണം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അന്വേഷണത്തെ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ലെന്ന് സജീഷ് എങ്ങനെ പറയുന്നത്? സജീഷാണ് ഇവിടെ PRD വകുപ്പിന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത്, അല്ലല്ലോ? അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. പിന്നെ നിയമോപദേശം എന്നൊക്കെ പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി ഈ പറഞ്ഞ തട്ടിപ്പുകാരനെ ന്യായീകരിക്കുന്ന പണിക്കാണോ നിയമോപദേശം എന്ന് പറയാ? അതൊക്കെ കോൺഗ്രസിന്റെ നേതാവ് ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞാൽ മതി. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സജീഷിനോട്. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. KM എബ്രഹാം ഈ പോലീസിലെ DIG-യുമായിട്ട് ഇടപെടാനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല എന്ന് സജീഷിനോട് പറഞ്ഞിട്ടുണ്ടോ? ഉത്തരം പറ. എനിക്കറിയില്ല. പറഞ്ഞില്ലേ? ഞാൻ കേട്ടിരുന്നില്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞോ സതീഷേ? കഴിഞ്ഞോ? അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. ഞാൻ പറയട്ടെ, കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. നിജേഷ് അരവിന്ദ് KPCC-യുടെ ജനറൽ സെക്രട്ടറി അല്ല. താങ്കൾ പറഞ്ഞിട്ടുണ്ട് കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നു. കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നു. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ.